പിന്നിട്ടു. പ്രൗഢഗംഭീരമായ സദസ്സിൽ നിന്നും ഈ ഇനത്തിൽ സമ്മാനം നേടിയവരെ പരിചയപ്പെടുക. ആദ്യ ചോദ്യത്തിന് ഉത്തരം നൽകി ദേവിക, സേവാമന്ദിരം സ്കൂൾ, രാമനാട്ടുകര. പ്രശ്നോത്തരി മത്സരവേദികളിലെ സ്ഥിര സാന്നിധ്യമായ മിസ്റ്റർ വിനയരാജ് അധ്യാപകനാണ്. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹമാണ് രണ്ടാമത് സമ്മാനം നേടിയത്. മൂന്നാമത് ഇനത്തിൽ ഒരു കൊച്ചുകുട്ടി ദീപക്, ഗവൺമെന്റ് UPS രാമനാട്ടുകര സമ്മാനം നേടി. താങ്ക് യു വെരി മച്ച്. മത്സരം നാലാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ആവേശകരമായ പ്രതികരണമാണ് ഈ ക്വിസ് മത്സരത്തിന് പങ്കാളികളിൽ, ഈ മത്സരാർത്ഥികളിൽ നിന്നും അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസിൽ നിന്നും ലഭിക്കുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ ഡയറക്ഷൻ മാറുകയാണ്. ടീം എഫിനോടാണ് ആദ്യ ചോദ്യം. ഈ റൗണ്ട് വിതരണവും നിയമവും എന്ന റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വൈദ്യുതി വിതരണം, അല്ലെ? ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഭാഗമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി വിതരണ രംഗം സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വകാര്യവൽക്കരണം നടത്തിയാലേ ഇതിൽ മെച്ചമുണ്ടാവുള്ളൂ, പൊതുമേഖലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പല കുത്തക സ്ഥാപനങ്ങളെ ഈ രംഗത്തേക്ക് കടന്നു വരാനാണ് നമ്മുടെ നിയമം രൂപവൽക്കരിച്ചിട്ടുള്ളത്. ചോദ്യം, ഏറ്റവും അവസാനമായി ജാർഖണ്ഡ് സംസ്ഥാനത്ത് 2 നഗരങ്ങളിലെ വൈദ്യുതി വിതരണം ഫ്രാഞ്ചൈസികൾക്ക് നൽകാൻ വേണ്ടി ശ്രമമുണ്ടായി. ഏതൊക്കെ നഗരങ്ങളാണ് അവ? ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി വിതരണം, 2 നഗരങ്ങളിലെ വിതരണം സ്വകാര്യ ഫ്രാഞ്ചൈസികൾക്ക് നൽകാൻ നീക്കമുണ്ടായി. ഏതൊക്കെ നഗരങ്ങൾ? ഉത്തരം, ചോദ്യം ടീം എഫിനോടാണ്. അറവുകാട് ഹയർ സെക്കൻഡറി, ആലപ്പുഴ. റാഞ്ചി. 2 നഗരങ്ങൾ. ജംഷഡ്പൂർ. വളരെ ശരി ഉത്തരം, റാഞ്ചി, ജാംഷഡ്പൂർ. രണ്ടാമത്തെ ഉത്തരം ഊഹിച്ചതാണ്, എങ്കിലും റാഞ്ചി, ജാംഷഡ്പൂർ എന്നീ നഗരങ്ങളിലെ വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വൈദ്യുതി ബോർഡുകളിലെ ജീവനക്കാരും തൊഴിലാളികളും വലിയ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോവുകയുണ്ടായി. തുടർന്ന് അവിടെ ചെറിയ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. നമ്മുടെ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാണെന്നറിയാം. ഇത് മറികടക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് TOD മീറ്ററിംഗ് ചില പ്രത്യേക വിഭാഗം ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചോദ്യം, എത്ര യൂണിറ്റ് മുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന, പ്രതിമാസം എത്ര യൂണിറ്റ് മുതൽ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് TOD സംവിധാനം ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത്? TOD മീറ്റർ ഘടിപ്പിക്കുകയും നിർബന്ധമാക്കിയിരിക്കുകയും ചെയ്തു. 500 യൂണിറ്റ്. ശരി ഉത്തരം, ടീം ഇക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. മൊത്തം ദിവസത്തെ 3 സോണുകളായി തരംതിരിച്ചുകൊണ്ട് അതാത് സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പ്രത്യേകം നിരക്ക് ഈടാക്കുന്ന സംവിധാനമാണ് TOD, ടൈം ഓഫ് ഡേ മീറ്ററിംഗ് അല്ലെങ്കിൽ ബില്ലിംഗ്. മുഴുവൻ ഉപഭോക്താക്കൾക്കും ആ രീതിയിലുള്ള ബില്ലിങ്ങിലേക്ക് ഘട്ടം ഘട്ടമായി പോകേണ്ടതാണ് എന്നാണ് വൈദ്യുതി ബോർഡ് ഉദ്ദേശിക്കുന്നത്. അതിനായുള്ള നടപടിക്രമങ്ങൾ വരികയാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഉപഭോഗത്തിന്റെ സമയം ക്രമപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പീക്ക് സമയത്തെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് ഇലക്ട്രിസിറ്റി ബോർഡിന് സഹായകമാകും. വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള 4 മണിക്കൂർ സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന ബില്ലിംഗ്, നമ്മുടെ 500 യൂണിറ്റിൽ മേലെ പോവുകയാണെങ്കിൽ ഉയർന്ന നിരക്ക് നൽകിക്കൊണ്ടുള്ള പുതിയ സംവിധാനം വൈദ്യുതി ബോർഡിന്റെ സാമ്പത്തിക വൈദ്യുതി പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഒരു നടപടിയായി നമുക്ക് കാണാവും. ചോദ്യം ടീം ഡിയോടാണ്. ടീം ഡി, SB കോളേജ്, ചങ്ങനാശ്ശേരി. നമ്മൾ ഓപ്പൺ ആക്സസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓപ്പൺ ആക്സസ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പുതുതായി വന്ന ഒരു പ്രയോഗമാണ് ഓപ്പൺ ആക്സസ്.
2003 കേന്ദ്ര വൈദ്യുതി നിയമപ്രകാരം ഒരു ഉപഭോക്താവിന്, ഇപ്പോൾ കേരളത്തിൽ ഒരു ഉപഭോക്താവിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും വൈദ്യുതി വാങ്ങാതെ മറ്റൊരു സ്ഥലത്തു നിന്നും വൈദ്യുതി ബോർഡിന്റെ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി എത്തിച്ച് ഉപയോഗിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമായി നമുക്ക് ഓപ്പൺ ആക്സസ് അല്ലെങ്കിൽ തുറന്ന പാത എന്ന് പറയാം. വൈദ്യുതി രംഗത്തെ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ആക്കം കൂട്ടുന്ന ഒരു കാര്യമായി ആയിട്ടാണ് പൊതുവെ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ചോദ്യം: കേരളത്തിൽ ഓപ്പൺ ആക്സസ് മുഖേന വൈദ്യുതി സ്വീകരിച്ച് ഉപയോഗിച്ചു തുടങ്ങിയ സ്ഥാപനം ഏതാണ്? ആദ്യത്തെ സ്ഥാപനം. കേരളത്തിൽ ഓപ്പൺ ആക്സസ് മുഖേന വൈദ്യുതി ഉപയോഗിച്ചു തുടങ്ങിയ ആദ്യത്തെ സ്ഥാപനം ഏതാണ്? ടീം ഡി ചങ്ങനാശ്ശേരി SB കോളേജ്. ഉത്തരം പറയും. ടാറ്റ പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ടാറ്റ പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ഉത്തരം ശരിയല്ല. ടീം സി. ടീം സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേപ്പയൂർ. പാസ്. ബി ടെക്നോ പാർക്ക്. ശരിയല്ല. VSSC ശരിയല്ല. ഉത്തരം ശരിയല്ല. ഈ കണ്ണൻ ദേവൻ. ശരിയല്ല. ഓഡിയൻസ്, കേരളത്തിൽ ഓപ്പൺ ആക്സസ് മുഖേന വൈദ്യുതി ഉപയോഗിച്ചു തുടങ്ങിയ ആദ്യത്തെ സ്ഥാപനം? ഫാക്ട് ശരിയല്ല. ഒരു ക്ലൂ തരാം. എറണാകുളം ജില്ലയിലെ ഒരു സ്ഥാപനമാണ്. കൊച്ചിൻ റിഫൈനറി. കൊച്ചിൻ റിഫൈനറി അല്ല. ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. അതിന്റെ ആദ്യത്തെ അക്ഷരം ബി എന്നാണ്. സിംഗുമായി ബന്ധപ്പെട്ടാണ്. ബിനാനി സിംഗ്. ഉത്തരം ശരിയാണ്. ഇതാ ഇവിടെ ബിനാനി സിംഗ് ലിമിറ്റഡ്, എറണാകുളത്തെ ബിനാനി സിംഗ് ലിമിറ്റഡ് ആണ് ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ചു തുടങ്ങിയ സ്ഥാപനം. അടുത്ത ചോദ്യം ടീം സി ഗവൺമെന്റ് വൊക്കേഷണൽ മേപ്പയൂർ. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അപകടങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെ? ഒട്ടേറെ അപകട മേഖലയാണ് ഇലക്ട്രിസിറ്റി. ഒരുപാട് ജീവനക്കാരും പൊതുജനങ്ങളും ഒക്കെ അപകടത്തിൽപ്പെടാറുണ്ട്. ചോദ്യം: സ്വന്തമായി നമ്മൾ ഒരു ജനറേറ്റർ സ്ഥാപിക്കുക, ഒരു സ്ഥാപനം ജനറേറ്റർ സ്ഥാപിക്കുക, ഏത് അധികാര സ്ഥാപനത്തിൽ നിന്നാണ് അതിനായി അനുമതി വാങ്ങേണ്ടത്? ജനറേറ്റർ സ്ഥാപിക്കുമ്പോൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അനുമതി അല്ലെങ്കിൽ ആരുടെ അനുമതിയാണ് വാങ്ങേണ്ടത്? പെട്ടെന്ന്. യെസ്. ടീം ബി. പറയൂ. ശരിയല്ല. ടീം എ. ഇലക്ട്രിസിറ്റി അറവുകാട് HSS. വില്ലേജ് ഓഫീസ് ശരിയല്ല. ടീം ഇ. ഓംബുഡ്സ്മാൻ. ഉത്തരം ശരിയല്ല. ഓംബുഡ്സ്മാൻ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഈ ഉത്തരം ശരിയല്ല. ജില്ലാ കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ ശരിയല്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. യെസ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി വാങ്ങേണ്ടത്. അടുത്ത ചോദ്യം ടീം ബി പോളിടെക്നിക് നെയ്യാറ്റിൻകര. നമ്മൾ ഇന്ത്യയിൽ വൈദ്യുതി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതി നിയമം 2003 പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമങ്ങളിലെ ഇലക്ട്രിസിറ്റി വിതരണം സംബന്ധിച്ച് അത് ഫ്രാഞ്ചൈസികളോ പഞ്ചായത്തുകളോ ഒക്കെ നടത്തിക്കോട്ടെ എന്നുള്ള അല്ലെങ്കിൽ ആരെങ്കിലും നടത്തിക്കോട്ടെ, ഗ്രാമങ്ങളിലെ വൈദ്യുതി സംബന്ധിച്ച് യാതൊരു പ്രത്യേക പരിഗണനയും ആ നിയമത്തിലുണ്ടായിരുന്നില്ല. തുടർന്ന് ഇത് സംബന്ധിച്ച് ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുകയും
ഗ്രാമീണ വൈദ്യുതീകരണത്തിനായി കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകം ഒരു പദ്ധതി രൂപവൽക്കരിക്കുകയുണ്ടായി. ഗ്രാമീണ വൈദ്യുതീകരണത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പിന്നോക്ക ഗ്രാമങ്ങളുടെ ഇലക്ട്രിഫിക്കേഷൻ. ആ പദ്ധതിയുടെ പേര് എന്താണ്? ക്രോസ് സബ്സിഡി സമ്പ്രദായം. ലോ സബ്സിഡി ക്രോസ് അല്ല, ക്രോസ് സബ്സിഡി അങ്ങനെയല്ല എൻ്റെ പേര്. ടീം എ പാസ് ചെയ്തിരിക്കുകയാണ്. ടീം എഫ്, ടീം ഇ, രാജീവ് ഗാന്ധി ഗ്രാം വിദ്യുതീകരൺ യോജന. ഉത്തരം വളരെ ശരിയാണ്. രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരൺ യോജന, RGGVY സ്കീം എന്ന് പറയപ്പെടുന്ന ഈ പദ്ധതി മുഖേന 90% ഗ്രാന്റോടെ സംസ്ഥാനങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളിലെ വൈദ്യുതീകരണത്തിന് വേണ്ടി ഉള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയാണ് ഗ്രാമങ്ങളിലെ വൈദ്യുതീകരണത്തിന് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിൻ്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ വൈദ്യുതി സ്ഥാപനങ്ങൾക്ക് തന്നെ ഗ്രാമവൈദ്യുതീകരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു സ്ഥാപനം, ഈ ഒരു പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് വെക്കാൻ തയ്യാറായത്. അടുത്തത് ടീം എയോടാണ്. ഫറൂഖ് കോളേജിനോട് റൗണ്ട് 4 ചോദ്യം. ഇപ്പൊ നമ്മള് നിലവിൽ ഇലക്ട്രിസിറ്റിന്റെ നിരക്ക് പുതുക്കിയിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? KSEBയുടെ നിരക്ക് ഈ അടുത്ത കാലത്ത് റിവൈസ് ചെയ്യുകയുണ്ടായി. ചോദ്യം, പുതിയ താരിഫ് പ്രകാരം, പുതിയ താരിഫ് നിലവിൽ വന്നതിന് ശേഷം ഇപ്പൊ ഒരു പവർ നിയന്ത്രണം വന്നിട്ടുണ്ട്. എത്ര യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉയർന്ന നിരക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കളിൽ 300 യൂണിറ്റാണ് അതിൻ്റെ പരിധി നിശ്ചയിച്ചത്. ഒരാള് പ്രതിമാസം 300 യൂണിറ്റിൽ കൂടുതൽ ഒരു വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ തുടർന്ന് അയാൾ കൊടുക്കേണ്ട യൂണിറ്റിന്റെ നിരക്ക് എത്രയാണ്? ആകെ നിരക്ക് 300 യൂണിറ്റിൽ കൂടിയ വൈദ്യുതി ഉപഭോഗത്തിന് 300 യൂണിറ്റ് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് എത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് വരും? 6 രൂപ. 6 രൂപ അല്ല. വൈദ്യുതി പവർ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയ ശേഷം, വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം ഗാർഹിക ഉപഭോക്താക്കൾ 300 യൂണിറ്റ് കവിയുകയാണെങ്കിൽ എത്ര നിരക്ക് കൊടുക്കണം? യൂണിറ്റിന് 10. ശരിയല്ല. സർ 7 15 രൂപ കൊടുക്കണം. 5. ഉത്തരം വളരെ ശരിയാണ്. 15 രൂപ. പീക്ക് സമയത്ത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഈ സമ്പ്രദായം നിലവിൽ വന്നത്. ശരി ഉത്തരം ടീം ഇ ആണ് പറഞ്ഞത്. ടീം ഇക്ക് 5 പോയിന്റ്. അത്തരം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇരട്ടി നിരക്ക്, 300 യൂണിറ്റിൽ കൂടിയാൽ 7.50 രൂപ ഉള്ളത് ഇരട്ടി നിരക്ക് നൽകേണ്ടത് വരും. പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ അളവ് കുറയ്ക്കാൻ ഈ നടപടി സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത് നിങ്ങളേവരും കാത്തു നിൽക്കുന്ന ചോദ്യമാണ്. കേരളത്തിൽ ലോഡ് ഷെഡിങ്, പവർ കട്ടും ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയാണ്. വൈദ്യുതി സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ HT, EHT ഉപഭോക്താക്കളുണ്ട്. ഹൈ ടെൻഷൻ, എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ. ഇവർക്ക് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയമാണ്. പവർ റെസ്ട്രിക്ഷൻ, പവർ കട്ട് എന്നതിന് പകരം പവർ റെസ്ട്രിക്ഷൻ. എത്ര ശതമാനം ആണ് റെസ്ട്രിക്ഷൻ? വൈദ്യുതി നിയന്ത്രണം എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ച് എത്ര ശതമാനം കുറയ്ക്കണമെന്നാണ് ഈ പവർ കട്ടിൽ പ്രഖ്യാപിച്ചത്? 25. വളരെ ശരിയാണ്. 25%. 25% നിയന്ത്രണം, 25% കുറച്ചിട്ടില്ല എങ്കിൽ വൈദ്യുതി ബോർഡ് നിശ്ചയിക്കുന്ന ഉയർന്ന നിരക്ക് നൽകേണ്ടതായിട്ട് വരും. ഇതോടെ വിതരണവും നിയമങ്ങളും എന്ന റൗണ്ട് 4 ഇവിടെ സമാപിക്കുകയാണ്. ഉത്തരം പറഞ്ഞത് അക്ഷയ ഊർജവും ഊർജ സംരക്ഷണവും എന്ന 5ാമത്തെ റൗണ്ട്. ഈ റൗണ്ടും ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചോദ്യത്തിലെ 1ാമത്തെ ചോദ്യം ടീം എഫിനോട്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സൗരോർജ വൈദ്യുതി വികസന പദ്ധതിയുടെ പേരെന്ത്? കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സൗരോർജ വികസന പദ്ധതിയുടെ പേര്. ടീം എഫ്
സൗരോർജ വൈദ്യുത വികസന പദ്ധതി. അനർട്ട്. അനർട്ട് അല്ല, ഒരു പദ്ധതിയുടെ പേരാണ് ചോദിച്ചത്. അനർട്ട് ഒരു സ്ഥാപനമാണ്. JNSSY. JNSSY. JNSSY എന്താണോ അത്? ഒന്ന് ഫുൾ ഫോം കറക്റ്റ് ആയിട്ട് ജവഹർലാൽ നെഹ്റു പറട്ടെ. സംതിങ് യോജന. ഉത്തരം ശരിയല്ല. അടുത്ത ടീമിന് ചാൻസ് കൊടുക്കട്ടെ. ടീം ഡി. ടീം ഡി. ജവഹർലാൽ നെഹ്റു സോളാർ സംതിങ് യോജന. എല്ലാവരും സംതിങ് പറഞ്ഞു പോയാൽ മാർക്ക് തരാൻ നിവൃത്തിയില്ലാതാകും. അപ്പോൾ അടുത്ത ടീമിലേക്ക് ചാൻസ് പാസ് ചെയ്യുന്നു. ടീം സി. ജവഹർലാൽ നെഹ്റു സൗരോർജ അവിടെയും സ്റ്റക്കായിപ്പോയി. വൈദ്യുത പദ്ധതി എന്നാണോ പറയാൻ വന്നത്? എന്തായാലും ശരിയായില്ല. അടുത്ത ടീമിന് അവർക്കൊരു ചാൻസ് കൊടുക്കാം. ടീം ബി. ഫാസ്റ്റ്, വേഗം പാസ് ചെയ്തു. ഫറൂഖ് കോളേജ്. ജവഹർലാൽ നെഹ്റു സൗരോർജ സംരക്ഷണ. എല്ലാവരും ജവഹർലാൽ നെഹ്റു സൗരോർജം എന്ന് വരെ എത്തി. അതിനപ്പുറത്തേക്ക് അങ്ങ് പോകുന്നില്ല. എന്തായാലും നമുക്ക് ആ ചാൻസ് ഇനി ഓഡിയൻസിന് കൊടുത്തേക്കാം. ജവഹർലാൽ നെഹ്റു സൗരോർജ നിർമ്മാണ യോജന. തെറ്റിപ്പോയല്ലോ, കുറച്ചും കൂടെ ശരിയാക്കണമല്ലോ. ജവഹർലാൽ നെഹ്റു സോളാർ സിസ്റ്റം യോജന. ഒരു മിഷൻ. ജവഹർലാൽ നെഹ്റു സമ്പൂർണ്ണ സോളാർ യോജന. യോജനയുള്ള മിഷനിലാണ് അവസാനിക്കുന്നത്. ഇനി അങ്ങനെ ഒന്ന് അവസാനിപ്പിച്ച് നോക്കുക, അപ്പൊ ശരിയാവും. ജവഹർലാൽ നെഹ്റു സമ്പൂർണ്ണ സോളാർ. അതും ശരിയായില്ല. ശരിയായിട്ടുള്ള ഉത്തരം ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികൾ, പല മിഷനുകളിൽ ഒന്ന് മാത്രമാണ്. ഇന്ത്യയിൽ സൗരോർജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്നും സാധാരണക്കാരന് ഈ സൗരോർജം താങ്ങാവുന്ന വിലയ്ക്ക് കിട്ടുന്നില്ല. കൂടുതൽ സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങാൻ കഴിയുന്നുള്ളൂ. ഈ മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? LED യുടെ പിതാവ്. നിക് ഹോളോനിയാക് ശരിയായ ഉത്തരമാണ്. ടീം ഇക്ക് 10 പോയിന്റ്. ഇത് കണ്ടുപിടിച്ചത് 1962 ഇപ്പോൾ 50 വർഷം ആയി. ഈ LED-കൾക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അത് കുറഞ്ഞ വൈദ്യുത ഊർജത്തിൽ നിന്നും കൂടുതൽ വെളിച്ചം നൽകുന്നു. വെളിച്ചമായിട്ടാണ് നമുക്ക് ബൾബുകൾ തരേണ്ടുന്നത്. വൈദ്യുത വെളിച്ചമാണ് തരേണ്ടത്. വൈദ്യുതിയെ കൂടുതലും വെളിച്ചമാക്കി മാറ്റുന്നു. ഇലക്ട്രിക്കൽ ലൈറ്റ് എഫിക്കസി വളരെ കൂടുതലുള്ള ഒരു ലാമ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ടീം ഡിയോടാണ്. കേരള സർക്കാരിൻ്റെ 2012 ഊർജ സംരക്ഷണ അവാർഡ് ഈയിടെ കൊടുക്കുകയുണ്ടായി. അതിൽ വൻകിട ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ ഏത് സ്ഥാപനത്തിനാണ് ഈ അവാർഡ് കിട്ടിയത്? ഊർജ സംരക്ഷണ അവാർഡ് വൻകിട ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ ഏത് സ്ഥാപനത്തിനാണ് ഇപ്രാവശ്യം
ലഭിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ടീം ഡി ഫാക്ട് ഫാക്ട് ഫാക്ട്, ഉത്തരം ശരിയല്ല. ടീം സി ഹിന്ദുസ്ഥാൻ 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 ന്യൂസ് പ്രിന്റർ. ഉത്തരം ശരിയാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് വെള്ളൂർ, കോട്ടയം ജില്ലയിലുള്ള സ്ഥാപനത്തിനാണ് വൻകിട ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ സംരക്ഷണ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ KSEB ഓഫീസേഴ്സ് അസോസിയേഷന് പ്രശസ്തി പത്രം ലഭിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഈ അവാർഡ് സംഘടനയുടെ നേതാക്കൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങുന്നതാണ്. സംഘടന വിവിധങ്ങളായ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇതുപോലെ ഈ പവർ ക്യൂസ്, അതുപോലെ സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷൻ, ലോക്കൽ സെൽഫ് ബോഡികളിലും എല്ലാം നടത്തുന്ന ഊർജ സംരക്ഷണ ക്ലാസുകൾ എന്നിവയെല്ലാം മുഖേന നമ്മൾ വളരെയധികം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ടീം സിയോട് അടുത്ത ചോദ്യം. കറങ്ങുന്ന യന്ത്രഭാഗങ്ങൾ ഇല്ലാതെ തന്നെ ചെറിയ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലളിതമായ ഒരു സാങ്കേതിക വിദ്യ ഉണ്ട്. അതിൻ്റെ പേരെന്ത്? വലിയ കറങ്ങുന്ന യന്ത്രഭാഗങ്ങളൊന്നുമില്ല, വളരെ ചെറുതായിട്ടുള്ള ഒരു ഫാൻ ഇട്ടാൽ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചാൽ അതിൽ നിന്ന് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യ. SOA SUA എന്തായാലും അതല്ല. ടീം ബി പാസ് ചെയ്യുന്നു. ടീം എ പാസ് ചെയ്യുന്നു. ടീം എഫ് ചെറിയ കാറ്റിൽ നിന്ന് പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതിന് പറയുന്ന പേര്. ടീം എഫ്. ടീം ഇ മോട്ടോറല്ല. മോട്ടോർ എപ്പോഴും വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പാസ് ചെയ്യുന്നു. ചെറിയ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ. കൈറ്റ് അല്ല, ഇതിന് വേറൊരു പേരാണുള്ളത്. ഇതിന് വിൻഡ് ബെൽറ്റ് എന്നാണ് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ചെറിയ കാറ്റിൽ നിന്ന് പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ്. ഇത് ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ടീം ബിയോടുള്ള ചോദ്യമാണ്. ലോക ഊർജ സംരക്ഷണ ദിവസം എന്നാണ്? ഊർജ സംരക്ഷണ ദിവസം മാർച്ച് 22. മാർച്ച് 24. 28 അല്ല. 22 അല്ല. ഡിസംബർ 14. ഡിസംബർ 14 ശരിയായ ഉത്തരമാണ്. ഫറൂഖ് കോളേജിന് 5 പോയിന്റ്. ഊർജ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു കാലമാണ് ഇത്. നമ്മൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ പോക്കറ്റ് കാലിയാവുന്നത് കുറയ്ക്കാം. കുറച്ചും കൂടെ വൈഡായിട്ട് നേഷനായിട്ട് ചിന്തിച്ചാൽ ഊർജ ക്രൈസിസിൽ നിന്നും മോചനം നേടാം, താൽക്കാലികമായിട്ട് മോചനം നേടാം. ഇനി ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ കാലത്തേക്ക് നമ്മളുടെ ഊർജ സ്രോതസ്സുകളെ സൂക്ഷിക്കാനാവും. അതിലും മുഖ്യമായിട്ടുള്ള മറ്റൊന്നുണ്ട്, ആഗോളതാപനത്തിൽ നിന്നും നമ്മുടെ ഭൂമിയെ തന്നെ രക്ഷിക്കാം. നമ്മളുടെ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പവർ ക്യൂസിൻ്റെ സ്ലോഗൻ തന്നെ ക്ലീൻ, ഗ്രീൻ, സേഫ് എനർജി ഫോർ ഓൾ എന്നുള്ളതാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടു ടീം എ, ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ. വീഡിയോയിൽ ഫിലിപ്പീൻസിലെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഫിലിപ്പീൻസിലെ ഒരു വൈദ്യുതി നിലയമാണ്. മലിത്ബോഗ് എന്ന് പറയുന്ന വൈദ്യുതി നിലയമാണ്. ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്ന്, അതിന് ഏതിനെയാണ് ആശ്രയിക്കുന്നത്? എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? അവിടുത്തെ ആ രീതി കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്.
ഫിലിപ്പീൻസിലെ മലിദ്ബോഗ് വൈദ്യുതി നിലയം. അവിടെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ടെക്നോളജിയുടെ പേര്? തിരമാലയിൽ നിന്നല്ല. തിരമാല എന്നാണോ പറഞ്ഞേ? തിരമാലയല്ല. ടീം എഫ്. ജിയോ തെർമൽ എനർജി. ഉത്തരം ശരിയാണ്, ജിയോ തെർമൽ എനർജി. ടീം എഫിന് 5 പോയിന്റ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജിയോ തെർമൽ സ്റ്റേഷനാണ്. 232.5 മെഗാവാട്ടാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലും ഇതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പുഗാവാലിയിൽ ഒരു 3 മെഗാവാട്ടിൻ്റെ പദ്ധതിക്ക് തുടങ്ങാനുള്ള അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. ഈ റൗണ്ടിലെ ഓഡിയൻസ് ക്വസ്റ്റ്യൻ, അക്ഷയ ഊർജവുമായി ബന്ധപ്പെട്ട് പറയുന്ന REC അതിൻ്റെ പൂർണ്ണ രൂപം, RECയുടെ പൂർണ്ണ രൂപം എന്ത്? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ അതല്ല, ഇത് അക്ഷയ ഊർജവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. REC അങ്ങനെയും പറയാറുണ്ട്, പക്ഷേ ഇത് അതല്ല ഉദ്ദേശിക്കുന്നത്. റൂറൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ അല്ല, ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്. റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ്. യെസ്, ശരിയായിട്ടുള്ള ഉത്തരമാണ്. പേര് പറയൂ. ഷാമിൽ. വൈദ്യുത വിതരണ സ്ഥാപനങ്ങൾ അവർ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ഒരു നിശ്ചിത ശതമാനം റിന്യൂവബിൾ എനർജി ആയിരിക്കണം എന്ന് നിഷ്കർഷയുണ്ട്. ഇലക്ട്രിസിറ്റി ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അങ്ങനെ റിന്യൂവബിൾ എനർജി സ്വന്തമായി ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ് എന്നും കൂടെ, അങ്ങനെ വാങ്ങിയാലും മതി. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു RECക്ക് 9 രൂപ 50, ഒരു യൂണിറ്റിന് 9 രൂപ 50 പൈസയാണ് വില. ഇതുവരെ ഇന്ത്യയിൽ M&B സ്വിച്ച് ഗിയർ ആണ് ഇങ്ങനെ ഒരു REC സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ടിലെ ചോദ്യങ്ങൾ കഴിയുന്നു. അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് സ്കോർ നില പരിശോധിക്കാം. മത്സരം 5 റൗണ്ട് പിന്നിട്ടപ്പോൾ ഇപ്പോൾ പോയിന്റ് നില 45 പോയിന്റുകളുമായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട് 1-ാം സ്ഥാനത്താണ്. ഇപ്പോൾ 2-ാം സ്ഥാനത്ത് 35 പോയിന്റുകളുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അറവുകാട് ആലപ്പുഴ. 3-ാം സ്ഥാനത്ത് ഇപ്പോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പയ്യൂർ 30 പോയിന്റ്. 25 പോയിന്റുകളുമായി 4-ാം സ്ഥാനത്ത് ഗവൺമെന്റ് പോളിടെക്നിക് നെയ്യാറ്റിൻകരായി. 15 പോയിന്റുകളുമായി SB കോളേജ് ചങ്ങനാശ്ശേരി 5-ാം സ്ഥാനത്തും. 6-ാം സ്ഥാനത്ത് ഇപ്പോൾ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. പരിചയപ്പെടുത്തട്ടെ ഞങ്ങളുടെ സ്കോറേഴ്സ്. ഷൈനി അസിസ്റ്റന്റ് എഞ്ചിനീയർ ചേവായൂർ സബ്സ്റ്റേഷൻ, ദീപ്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ട്രാൻസ്മിഷൻ സർക്കിൾ നല്ലളം, ജ്യോതി കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ട്രാൻസ്മിഷൻ സർക്കിൾ നല്ലളം, അനൗൺസർ ശ്രീമതി സ്മിത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെസ്റ്റ് ഹിൽ സബ് ഡിവിഷൻ കോഴിക്കോട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കന്മാരായ കുട്ടികളോട് ഞങ്ങളുടെ പ്രത്യേക അറിയിപ്പ്, സമ്മാനദാന ചടങ്ങ് കൂടി പൂർണ്ണമാകുന്നതുവരെ നമുക്ക് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കണം. ഈ റൗണ്ട് വാർത്തകൾ, അറിവുകൾ, ലോകത്ത് നടക്കുന്ന വാർത്തകൾ, അത് സൃഷ്ടിക്കുന്ന വ്യക്തികൾ, അറിവുകൾ, ഇതെല്ലാം നമുക്ക് വളരെയേറെ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കേവർക്കും വളരെ താല്പര്യമുള്ള ചോദ്യങ്ങളായിരിക്കും ഇത് എന്നുള്ള ഒരു ആമുഖത്തോടെ ആദ്യത്തെ ചോദ്യം ടീം എഫിനോട് ചോദിക്കട്ടെ. ലോക ഫുട്ബോളിലെ വിസ്മയമാണ് ലയണൽ മെസ്സി, അല്ലേ? ചോദ്യം, ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന എന്ന കാര്യം ഏത് കായിക താരത്തിന്റെ റെക്കോർഡാണ് ലയണൽ മെസ്സി മറികടന്നത്? ഗേർഡ് മുള്ളർ 1972
മത്സരത്തിൽ 75 ഗോൾ നേടിയ ഗേർഡ് മുള്ളർ എന്ന ജർമ്മൻ താരത്തിന്റെ റെക്കോർഡാണ് ഫുട്ബോൾ മാന്ത്രികനായ ലയണൽ മെസ്സി മറികടന്നത്. യെസ്, അടുത്ത ചോദ്യം ടീം ഇയോടാണ്. നമ്മുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകളൊക്കെ രാഷ്ട്രപതിയാണ് അംഗീകരിക്കേണ്ടത്, അല്ലെ? രാഷ്ട്രപതിയാണ് അംഗീകരിക്കേണ്ടത്. പാർലമെന്റ് ഒരുപാട് ബില്ലുകൾ പാസാക്കുന്നുണ്ട്. ചില ബില്ല് രാഷ്ട്രപതി തിരിച്ചയക്കും. പാർലമെന്റ് പാസാക്കിയ ഏത് തരം ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് മടക്കി അയക്കാൻ അധികാരം ഇല്ലാത്തത്? ഏത് തരം ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് മടക്കി അയക്കാൻ അധികാരം ഇല്ലാത്തത്? ഫിനാൻസ് ബില്ല്. ഉത്തരം വളരെ ശരിയാണ്. ടീം ഇക്ക് 10 പോയിന്റാണ് നൽകുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്ന രീതിയിൽ ധനകാര്യ ബില്ലുകൾ തിരിച്ചയക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല എന്ന ഒരറിവാണ് ഈ ചോദ്യത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഭൗമ ഉച്ചകോടി കേട്ടിട്ടുണ്ട് അല്ലേ? ലോകത്ത് ആഗോള താപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് വേദിയാകാറുണ്ട് ഭൗമ ഉച്ചകോടി അല്ലെങ്കിൽ എർത്ത് സബ്മിറ്റുകൾ. ചോദ്യം, 2012 എർത്ത് സബ്മിറ്റ് നടന്ന നഗരം എവിടെയാണ്? എവിടെ വെച്ചാണ് 2012 ഭൗമ ഉച്ചകോടി നടന്നത്? ടീം ഡി. ശരിയല്ല. ടീം സി. അല്ല, ശരിയല്ല. ഉത്തരം വളരെ ശരിയാണ്. ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് 2012 എർത്ത് സമ്മിറ്റ് നടന്നത്. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വളരെ ശക്തമാണെങ്കിലും പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ടീം സി ആണ്. ചോദ്യം, മൈ ഗേൾഹുഡ് അല്ലെങ്കിൽ അമർ മേബല ആരുടെ ആത്മകഥയാണ്? മൈ ഗേൾഹുഡ്. ടീം സി ഗവൺമെന്റ് വൊക്കേഷണൽ മപ്പയൂർ. യെസ്, ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് കവർ പേജാണ് കൊടുത്തിരിക്കുന്നത്. യെസ്. ടീം ബി. ടീം ബി ഗവൺമെന്റ് പോളിടെക്നിക് നെയ്യാറ്റിൻകര. യെസ്, പറയൂ. ശരിയല്ല. എ. ശരിയല്ല. ആങ്സാൻ സൂചി അല്ല. ടീം എഫ്. മഹേശ്വര ദേവി ശരിയല്ല. ഉത്തരം ശരിയല്ല. ടീം ഇ. തസ്ലീമ നസ്രീൻ. ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലീമ നസ്രീന്റെ ആത്മകഥയാണ് അമർ മേബല അല്ലെങ്കിൽ മൈ ഗേൾഹുഡ്. ശരി ഉത്തരം പറഞ്ഞത് ടീം ഇ ഗവൺമെന്റ് വിക്ടോറിയ പാലക്കാട്. 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബി. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ കേട്ടിട്ടുണ്ടോ? IAAF. ലോകത്തിലെ ഉന്നത നിലവാരം വരുന്ന അത്ലറ്റുകളെ ആദരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംഘടനയാണ്. ചോദ്യം, 2012 വുമൺ അത്ലറ്റ് ഓഫ് ദ ഇയർ നേടിയ വനിത അത്ലറ്റ് ആരാണ്? 2012 വിമൻ അത്ലറ്റ് ഓഫ് ദ ഇയർ. ഷെല്ലി ഫ്രൈസർ. ശരിയല്ല. ടീം എ പാസ്. സ്പോർട്സ് രംഗത്തുള്ള ചോദ്യമാണ്. ടീം എഫ് നിങ്ങൾ അറിയേണ്ടതാണ്.
ആസ്റ്റർ സമന്യ. ശരിയല്ല. ടീം ഇ. വിവിയൻ ചെറൂട്ട്. ശരിയല്ല. ടീം ഡി. വിമൺ അത്ലറ്റ് ഓഫ് ദ ഇയർ. ടീം ഡി. ശരിയല്ല. ടീം സി. മേപ്പയൂർ. ആൻഡ്രേ ഫ്രേസിയർ. ആൻഡ്രേ ഫ്രേസിയർ. ക്ലിയർ. ആൻഡ്രേ ഫ്രേസിയർ. ശരിയല്ല. ഓഡിയൻസ് ഒരു ക്ലൂ തരാം. ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ലണ്ടൻ ഒളിമ്പിക്സിലെ ഒരു അത്ലറ്റിക് മത്സരത്തിൽ സ്വർണം നേടിയിട്ടുണ്ട്. അമേരിക്കൻ താരമാണ്. അമേരിക്കൻ താരമാണ്. അത് അറിയാൻ സാധ്യതയുണ്ടല്ലോ. ആലിസൺ ഫെലിക്സ്. ആലിസൺ ഫെലിക്സ് എന്ന വനിതാ അത്ലറ്റിനെയാണ് വിമൺ അത്ലറ്റ് ഓഫ് ദ ഇയർ എന്ന പദവി നൽകി IAAF ആദരിച്ചത്. അടുത്തത് ടീം എ. കേരളത്തിന്റെ ഒട്ടേറെ നാടകങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ചിന്തകളെ വരെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് നാടകങ്ങൾ. ചോദ്യം: കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു നാടകം, അതിന്റെ 60ാം വാർഷികം ഈ അടുത്ത കാലത്ത് ആഘോഷിക്കുകയുണ്ടായി. ഏതാണ് ആ നാടകം? കിട്ടും. പാട്ടബാക്കി. പാട്ടബാക്കി. പാട്ടബാക്കി ശരിയല്ല. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്കല്ല. നമ്മൾ ചോദ്യം കറക്റ്റായ ഉത്തരം അതല്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ടീം ഇ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അതിലെ രംഗങ്ങളിലേക്ക് പരമപിള്ള കൈമാറിയ പതാക 6 പതിറ്റാണ്ട് ശേഷവും കാണികൾ ആവേശത്തോടെ നെഞ്ചേറ്റിയതിന്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. ഓർമ്മകൾ ചെങ്കൊടിയേന്തുന്ന മണ്ണിലേക്ക് നാടകം തിരികെ എത്തിയത് ആവേശത്തോടെയാണ് നാട് വരവേറ്റത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ വിജയം വരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രചരണവും അതിന്റെ വളർച്ചയും യഥാർത്ഥത്തിൽ KPSC എന്ന നാടക പ്രസ്ഥാനത്തിന്റെ വിവിധ നാടകങ്ങളിലൂടെയാണ് എന്നും അതിലേറ്റവും പ്രധാനം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന തോപ്പിൽ ഭാസിയുടെ നാടകമായിരുന്നു. അടുത്ത ഈ പവർ ക്വിസ് മത്സരത്തിലെ അവസാന ചോദ്യം ഓഡിയൻസിലേക്കുള്ള ചോദ്യമാണ്. ഒരുപാട് പേർ ഈ ചോദ്യത്തിന് ഉത്തരം പറയും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ചോദ്യം: അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഒരുപാട് പേര് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്നാലും അഹമ്മദ് ആഷിഖ് നൽകിയ ഉത്തരത്തിനാണ് സമ്മാനം നൽകുന്നത്. സച്ചിന്റെ ചില ക്രിക്കറ്റ് മാജിക്കിലേക്ക്. ഈ ചോദ്യത്തോടുകൂടി പവർ ക്വിസിന്റെ മത്സരങ്ങൾ ഇവിടെ തീരുകയാണെങ്കിലും തുടർന്ന് വിജയികൾക്ക് സമ്മാനദാനവും മറ്റു ചടങ്ങുകളും ഈ വേദി ആരംഭിക്കുകയാണ്. ഈ മത്സരം ഉടനീളം വളരെ ആവേശകരമായി ഈ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ഇതിൽ ആവേശം പകർന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും പവർ ക്വിസ് മാസ്റ്റേഴ്സിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ വേദി ഇതിന്റെ സമാപന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് അവസാനത്തെ സ്കോർ നില. ടീം ഇ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട് 65 പോയിന്റോടുകൂടി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2ാം സ്ഥാനം ടീം എഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അറവുകാട് ആലപ്പുഴ 45 പോയിന്റ്. മറ്റു ടീമുകൾക്ക് മികച്ച പോയിന്റ് നില. ടീം ബി
ഗവൺമെന്റ് പോളിടെക്നിക് നെയ്യാറ്റിൻകര 30 പോയിന്റ്. ടീം സി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പയൂർ 30 പോയിന്റ്. ടീം എ ഫാറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 പോയിന്റ്. ടീം ഡി എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി 15 പോയിന്റ്. 65 പോയിന്റുകൾ നേടിക്കൊണ്ട് ടീം ഇ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. പ്ലീസ് ഗിവ് ദം എ ബിഗ് ക്ലാപ്പ്. അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴ 45 പോയിന്റ് നേടിയിരിക്കുകയാണ്. അറവുകാട് ടീം എഫ് അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴ. സമ്മാനദാന ചടങ്ങ് ആരംഭിക്കുകയും KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഈ വർഷത്തെ പവർ ക്യൂസ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. ഈ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയിട്ടുള്ള ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനെയും അതുപോലെ തന്നെ 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള അറവുകാട് ഗവൺമെന്റ് HSSലെയും മത്സരാർത്ഥികളെയും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും അതിൻ്റെതായ അർത്ഥത്തിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉൽപാദന വിതരണ പ്രസരണ മേഖലകളിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തോടൊപ്പം തന്നെ നാം കടുത്ത വൈദ്യുത പ്രതിസന്ധിയെ നേരിടുക കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, നമ്മൾ വലിയ പ്രതിസന്ധിയെയാണ് വൈദ്യുതി രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരം ഉണ്ടാകുന്ന ലോഡ് ഷെഡിങ് മാത്രമല്ല, അതിനപ്പുറത്ത് വൈദ്യുതി സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക്, അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള വിലവർധനവടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ഒരു ആഡംബര വസ്തുവായി മാറുന്ന നിലയിലേക്ക് എത്തിപ്പെടുമോ എന്ന് പോലും ശങ്കിക്കേണ്ടതുണ്ട് എന്നാണ് രാജ്യത്താകെ നടക്കുന്ന വിവിധ തരത്തിലുള്ള പരിഷ്കാരങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കപ്പെടേണ്ടതുണ്ട്, പ്രസരണ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ഊർജ്ജ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് വൈദ്യുതിയുടെ കാര്യത്തിൽ നമുക്ക് സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഒരു കുട്ടികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും എത്തിക്കുന്നതോടൊപ്പം തന്നെ വൈദ്യുതി മേഖലയിൽ നടപ്പാക്കി വരുന്ന നയസമീപനങ്ങൾ എല്ലാവർക്കും വൈദ്യുതി കിട്ടുന്ന രൂപത്തിൽ, അത് ആവശ്യാനുസരണം കിട്ടുന്ന രൂപത്തിൽ, നമ്മുടെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വലിയ രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ, വലിയ രൂപത്തിലുള്ള ജനകീയ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഇടപെടലിന് കഴിയുന്ന ഒരു അവബോധം നമുക്ക് ഇടയിൽ വളർത്തിയെടുക്കുക എന്നതുകൂടി ഇത്തരം മത്സരങ്ങളുടെ ഉദ്ദേശമാണ്. ആ ഉദ്ദേശം ഒരു പരിധിവരെ സാക്ഷാത്കരിക്കാൻ ഇന്നത്തെ ഈ മത്സരത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സമ്മാനദാന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് സംഘടനയുടെ തന്നെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബി പ്രദീപാണ്. യോഗ സാധാരണ നടപടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസക്കോയ, ശ്രീ ഹംസക്കോയാണ് നമ്മുടെ സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്.
നേരത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ ബേപ്പൂർ നിയോജകമണ്ഡലം MLA ആയിട്ടുള്ള ശ്രീ എളവരം കരീം എത്തും എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ കോടതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടും എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം എത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹം ഇവിടെ വരേണ്ടതായിരുന്നു. വരാൻ കഴിയാത്ത സാഹചര്യം വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുകയും, അത്തരം സന്ദർഭത്തിലൊക്കെ തന്നെ ഇക്കാര്യത്തിനോട് നമ്മളോട് വളരെയേറെ സഹകരിച്ചുകൊണ്ട് ഒട്ടേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ എത്തുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചുകൊണ്ട് ഇവിടെ എത്തുകയും കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങാൻ നമ്മോട് സഹകരിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ഹംസക്കോയ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ട്രാൻസ്മിഷൻ വിഭാഗം ചീഫ് എഞ്ചിനീയർ ശ്രീ O അശോകൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വളരെ തിരക്കുള്ള ഒരു ഓഫീസർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഈ പ്രദേശത്തിന്റെ മെമ്പറായിട്ടുള്ള ശ്രീമതി VV സീനത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്കൂളിൽ വെച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതിന് ഞങ്ങളെക്കാൾ ഉപരി ഇതിന്റെ സംഘാടനത്തിൽ സജീവമായി ഇടപെടുകയും ഈ മത്സരം ഇത്ര പ്രൗഢഗംഭീരമായി നടത്തുന്നതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള സ്കൂൾ പ്രിൻസിപ്പൽ, ഫറൂഖ് കോളേജ് SHSന്റെ പ്രിൻസിപ്പൽ ശ്രീ KP കുഞ്ഞമ്മദ് മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫറൂഖ് കോളേജ് ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ശ്രീ K കോയ മാസ്റ്റർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ കോയ മാസ്റ്ററെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഫറൂഖ് കോളേജ് HSSന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രൊഫസർ കുട്ടിയാലിക്കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ഞങ്ങളോട് ആദ്യന്തം സഹകരിച്ച ഇവിടുത്തെ ഈ സ്കൂളിന്റെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ K അബ്ദുൾ അസീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വെച്ച് നടന്നിട്ടുള്ള ഈ ക്വിസ് മത്സരത്തിന്റെ വിജയം, ഇതിൽ ആദ്യന്തം വളരെ സക്രിയമായി ഇടപെടുകയും ഈ പരിപാടിയെ ആവേശകരമായി തീർക്കുകയും ചെയ്തിട്ടുള്ള ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ്. മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ ക്വിസ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള KSCB സ്ഥാപനത്തിലെ ഓഫീസർമാർ, മറ്റു ജീവനക്കാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, വയർമെൻ അസോസിയേഷന്റെ നേതാവ് കൂടിയായിട്ടുള്ള സിദ്ദീഖ് അടക്കം ഒട്ടേറെ പേർ ഈ പരിപാടിയിലൂടെ എത്തിയിട്ടുണ്ട്. എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ സമ്മാനദാനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൃതജ്ഞത പറയുന്ന MA പ്രവീൺ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഞങ്ങൾ സംഘടനയുടെ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ മുഹമ്മദ് കാസിം എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഈ മഹനീയ വേദിയിൽ അധ്യക്ഷനാണ്. അധ്യക്ഷ പ്രസംഗം. പ്രിയമുള്ള ഉദ്ഘാടകൻ ശ്രീ NC ഹംസക്കോയ, വേദിയിലുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഇന്നത്തെ ഈ ക്വിസ് മത്സരം അങ്ങേയറ്റം ആവേശകരമായ ഒരു മത്സരം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ച വിവിധ സ്കൂളുകളിൽ നിന്ന്, സംസ്ഥാനത്തൊട്ടാകെയുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തി ഈ മത്സരം കാഴ്ചവെച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്.
അതിൽ തന്നെ ഈ മത്സരമാകുമ്പോൾ അതിൽ വിജയികളുണ്ടാവും, പരാജയപ്പെടുന്നവരുണ്ടാവും. അതിൽ വിജയിച്ചവരെ പ്രത്യേകം അനുമോദിക്കുന്നതോടൊപ്പം തന്നെ പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ ഒന്നാം നിരയിൽ എത്താൻ കഴിയാത്തവർ ഒട്ടും മോശക്കാരല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്വിസ് മത്സരത്തെ ഒരു പ്രത്യേക ദിവസത്തെ ക്വിസ് മത്സരത്തിന് വിജയവും പരാജയമൊക്കെ നിർണ്ണയിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ദുർഭാഗ്യങ്ങളുണ്ട്, മറ്റൊട്ടേറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളും യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകളെ കവച്ചു വെക്കുന്ന വിജ്ഞാനമാണ് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ നിലയ്ക്ക് അവർ അനുമോദനം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് ഈ വിദ്യാലയത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവർ ഈ മത്സരത്തിൽ ആവേശകരമായി പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് കാണിച്ച ആവേശം. ക്വിസ് മാസ്റ്റർക്ക് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടിയില്ല. സാധാരണത്തിൽ ഒരു ക്വിസ് മത്സരത്തിൽ ഒരുപാട് ചോദ്യം ക്വിസ് മാസ്റ്റർ ഉത്തരം പറയേണ്ടി വരാറുണ്ട്. ഞങ്ങൾ എണ്ണി നോക്കിയപ്പം ആകെ 3 ചോദ്യമേ 2 ക്വിസ് മാസ്റ്റർമാർക്കും കൂടെ ഉത്തരം പറയാൻ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും സദസ്യരായിട്ടുള്ള വിദ്യാർത്ഥികളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു പ്രതികരണമാണ്. ഇത്തരമൊരു ക്വിസ് മത്സരം ഏതാണ്ട് 2 പതിറ്റാണ്ടായി ഞങ്ങൾ തുടർച്ചയായി നടത്തി വരികയാണ്. വൈദ്യുതി മേഖലയുമായി നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ സാമൂഹ്യ സംവാദം സൃഷ്ടിക്കുകയും ആ നിലയ്ക്ക് വൈദ്യുതി മേഖലയുടെ വികസനത്തിന് ആവശ്യമായ പൊതു സമന്വയം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മത്സരം എന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംവാദം വികസിപ്പിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. ആ സംവാദം ശരിയായ ദിശയിൽ പോകുന്നു എന്നതാണ്. എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിന് ഉത്തരം പറയാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ശരിയായ ദിശയിൽ ഇത് പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ 12ാം പഞ്ചവത്സര പദ്ധതി രൂപം കൊടുക്കുന്ന സന്ദർഭമാണിത്. കഴിഞ്ഞ 27-നാണ് ദേശീയ വികസന കൗൺസിൽ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് മുമ്പിൽ 12ാം പഞ്ചവത്സര പദ്ധതി അംഗീകാരത്തിനായി പ്ലാനിംഗ് ബോർഡ് സമർപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മേഖല വൈദ്യുതി മേഖലയാണ്, ഊർജ മേഖലയാണ് എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. വിവിധ വിദഗ്ധരും അത് അടിവരയിട്ട് വെക്കുന്നു. ഇന്ത്യയുടെ വികസനത്തിന് മുന്നോട്ടുള്ള കുതിപ്പിനെ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന മേഖല അല്ലെങ്കിൽ അതിനെ പിന്നോട്ട് പിടിക്കുന്ന മേഖല ഇന്ത്യയിലെ ഊർജ മേഖലയാണ്, വൈദ്യുതി മേഖലയാണ് എന്ന സ്ഥിതിയാണുള്ളത്. അതിനെ മറികടക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങളിലേക്കൊന്നും കടക്കാനോ അതിൻ്റെ സ്വീകാര്യതയോ അസ്വീകാര്യതയോ സംബന്ധിച്ചോ ഒന്നും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളം എക്സിക്യൂട്ടീവുമായ ശ്രീ മുഹമ്മദ് ഖാസിമിനെ ക്ഷണിച്ചുകൊള്ളു. ഇന്നത്തെ യോഗാധ്യക്ഷൻ ശ്രീ ബി പ്രദീപ്, ഉദ്ഘാടകൻ രാമനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, സമീപകാല പവർ ക്വിസ് മത്സരങ്ങളിൽ വെച്ച് ഏറ്റവും ആവേശകരമായ ഒരു മത്സരമാണ് ഇന്നിവിടെ നടന്നത്. ഇത് ഇത്രയും ആവേശകരമാക്കി മാറ്റാൻ സഹായിച്ച ഇതിൻ്റെ മത്സരാർത്ഥികളെയും അതോടൊപ്പം തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും പവർ ക്വിസ് സബ് കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കോളേജ്, പോളിടെക്നിക്, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് KSEBയിലെ ഓഫീസർമാർക്കിടയിലെ ഏറ്റവും വലിയ സംഘടനയായ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ എല്ലാ വർഷവും സുസംഘടിതമായി നടത്തിവരുന്ന പ്രശ്നോത്തരി മത്സരമാണ് പവർ ക്വിസ്. വൈജ്ഞാനിക ലോകത്തെ വിവിധ വിഷയങ്ങളോടൊപ്പം വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ഊർജ്ജ സംരക്ഷണം, സുരക്ഷ, നിയമങ്ങൾ, നവസാങ്കേതിക പ്രവണതകൾ എന്നിവ കൂടി വിദ്യാർത്ഥി സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് സാമൂഹ്യ പുരോഗതിക്ക് വൈദ്യുതി മേഖലയുടെ പുരോഗതി ആവശ്യമാണ് എന്ന തിരിച്ചറിവ് സൃഷ്ടിക്കുക എന്നതാണ് പവർ ക്വിസിൻ്റെ ലക്ഷ്യം. സംഘടന ഏറ്റെടുത്ത് നടത്തി വന്നിട്ടുള്ള ഒട്ടനവധി ജനസമ്പർക്ക പരിപാടികളിൽ ഊർജ്ജ സംരക്ഷണ പ്രചരണം നടത്തി വന്നിട്ടുള്ളതുപോലെ പവർ ക്വിസിലും ഇക്കാര്യത്തിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ 2012 ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചതിൽ നോൺ പ്രോഫിറ്റ് സംഘടനകളുടെ വിഭാഗത്തിൽ KSEB ഓഫീസേഴ്സ് അസോസിയേഷന് പ്രശസ്തി പത്രം ലഭിക്കുകയുണ്ടായി. ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സർവീസ് സംഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത്. പവർ ക്വിസ് 2012 മുദ്രാവാക്യം ഗ്രീൻ, ക്ലീൻ ആൻഡ് സേഫ് എനർജി ഫോർ ഓൾ എന്നതാണ്. പ്രാഥമികം, ജില്ലാ, മേഖലാ മത്സരങ്ങൾ എന്നിങ്ങനെ 4 മേഖലകളിലായാണ് പവർ ക്വിസ് സംഘടിപ്പിച്ചിരിക്കുന്നത്.
പ്രാഥമിക തല മത്സരത്തിൽ 1, 2 സ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്ക് 100 രൂപ ക്യാഷ് അവാർഡും CF വിളക്കും പ്രശസ്തി പത്രവുമാണ് സമ്മാനമായി നൽകുന്നത്. ജില്ലാതല മത്സരം മുതൽ ടീം അടിസ്ഥാനത്തിലാണ് മത്സരം നടക്കുന്നത്. ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനക്കാരായ ടീമുകൾക്ക് 800 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. മേഖലാതല മത്സരങ്ങളിൽ 1ാം സമ്മാനക്കാർക്ക് 1500 രൂപ ക്യാഷ് അവാർഡും LED വിളക്കുകളും പ്രശസ്തി പത്രവും, 2ാം സ്ഥാനക്കാർക്ക് 1000 രൂപ ക്യാഷ് അവാർഡും LED വിളക്കുകളും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ഫൈനൽ മത്സരത്തിൽ 1ാം സ്ഥാനക്കാർക്ക് സർ വിശ്വേശ്വരയ്യ റോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും സോളാർ വിളക്കുകളും പ്രശസ്തി പത്രവും, 2ാം സ്ഥാനക്കാർക്ക് 5000 രൂപ ക്യാഷ് അവാർഡും സോളാർ വിളക്കുകളും പ്രശസ്തി പത്രവുമാണ് സമ്മാനമായി നൽകുന്നത്. പവർ ക്വിസിനോടനുബന്ധിച്ച് വൈദ്യുതി പ്രതിസന്ധി പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉപന്യാസ മത്സരം സംഘടിപ്പിച്ച് ജില്ലാ അടിസ്ഥാനത്തിൽ വിജയികളെ കണ്ടെത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. 27-9-28-9-2012 തീയതികളിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള 416 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 20,692 വിദ്യാർത്ഥികൾ പ്രാഥമിക തല മത്സരത്തിൽ പങ്കെടുത്തു. കൂടാതെ 3000-ഓളം വിദ്യാർത്ഥികൾ കാണികളായി മത്സരം വീക്ഷിച്ചു. കോഴിക്കോട് ജില്ലയിലെ കൊളത്തുവയൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 405 പേർ പങ്കെടുത്ത് മുന്നിട്ട് നിന്നു. 18-10-2012 18 കേന്ദ്രങ്ങളിൽ ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ജില്ലാതല മത്സരങ്ങളിൽ 1-2 സ്ഥാനത്തെത്തിയ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 6 മേഖലാതല മത്സരങ്ങൾ 22-11-2012 സംഘടിപ്പിക്കുകയുണ്ടായി. മേഖലാ മത്സരങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയ നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക്, ചങ്ങനാശ്ശേരി SB കോളേജ്, അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ ടീമുകളാണ് ഇന്ന് നടന്ന ഫൈനൽ മത്സരങ്ങളിൽ മാറ്റുരച്ചത്. ഈ മത്സരത്തിൽ 1ാം സ്ഥാനം ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാടും 2ാം സ്ഥാനം ഹയർ സെക്കൻഡറി സ്കൂൾ അറവുകാട് ആലപ്പുഴയും കരസ്ഥമാക്കി. ഫൈനൽ മത്സരത്തിൽ ക്വിസ് മാസ്റ്റർമാരായി മത്സരം നിയന്ത്രിച്ചത് സംഘടനാ നേതാക്കളായ ശ്രീമതി K. ഇന്ദിര, ശ്രീ A. സജിത് കുമാർ എന്നിവരാണ്. ഈ മത്സരം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ നൽകിയ സഹകരണം മനസ്സ് നിറഞ്ഞ നന്ദിയോടെ മാത്രമേ സ്മരിക്കുവാൻ കഴിയുകയുള്ളൂ. വിവിധ ഘട്ടങ്ങളിലായി 1500ഓളം അസോസിയേഷൻ അംഗങ്ങളും 2000-ലധികം അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളും ഇതര സംഘടനാംഗങ്ങളും പവർ ക്വിസിന്റെ നടത്തിപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്തവരെയും വിജയികളായവരെയും ഈ വേളയിൽ KSEB ഓഫീസേഴ്സ് അസോസിയേഷന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.